السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 155. തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഫദീലത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഫദീലത്ത് സ്ഥിരമായി നേടിയെടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ പരിഗണന മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം: മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ യുദ്രികു തക്ബീറത്തൽ ഊല കുതിബ ലഹു ബറാഅത്തുൻ മിനൻ നാരി വ ബറാഅത്തുൻ മിനൻ നിഫാഖ്. 40 ദിവസം ആത്മാർത്ഥമായി ഒരാൾ ഒരു വഖ്തും മുടങ്ങാതെ ജമാഅത്തിൽ സംബന്ധിക്കുകയും അതുതന്നെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഫദീലത്ത് മുടങ്ങാതെ നേടിയെടുക്കുകയും ചെയ്താൽ, അഥവാ ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോൾ അവിടെ സന്നിഹിതനാവുകയും ഇമാമിൻ്റെ തക്ബീറിനുടനെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടുവരികയും ചെയ്യുന്ന രീതിയിൽ 40 ദിവസം ഒരു വഖ്തും മുടങ്ങിയില്ല, 5 നേരവും 40 ദിവസം തുടർച്ചയായി അങ്ങനെ ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുതിബ ലഹു ബറാഅത്താനി, 2 മോചനം അയാൾക്ക് എഴുതപ്പെടും, രേഖപ്പെടുത്തപ്പെടും. 1 ബറാഅത്തും മിനന്നാർ, നരകമോചനം. 2-മത്തേത് വബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള മോചനം. സുബ്ഹാനല്ലാഹ്. നരകത്തിൽ നിന്നും അതുപോലെ കപടവിശ്വാസത്തിൽ നിന്നും ഉള്ള മോചനം ലഭ്യമാക്കാൻ 40 ദിവസത്തെ ഈ ഒരു സുപ്രധാനമായ അമല് നാം നിർവഹിച്ചാൽ മതി. അങ്ങനെ നിർവഹിക്കുന്ന പക്ഷം വലിയ ഒരു നേട്ടമാണ് ഇതിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുക. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബുകളിലും ഈ ഹദീസ് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഒരു കർമ്മത്തിന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ നമുക്കെല്ലാവർക്കും ഈ ഒരു കാലയളവ് 40 ദിവസത്തെ ഈ ഒരു അമൽ നിർവഹിക്കാൻ പരിശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.